ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കസിൻ ചേച്ചിയുടെ, അഞ്ജന ചേച്ചിയുടെ എൻഗേജ്മെൻ്റ് ആണ്. സോ നമ്മൾ അതിന് പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. അതുപോലെ തന്നെ അതിന് മുമ്പായിട്ട് ഇന്നലെ തലേ ദിവസം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പോയിരുന്നു. അപ്പോൾ അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ജസ്റ്റ് സ്റ്റേജ് ഡെക്കറേഷനൊക്കെ ഒന്ന് കാണാൻ പോയിരുന്നു. പിന്നെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം. ഇതൊരു ധാവണിയാണ്. സോ കമ്മൽ കണ്ടോ, മാല. ആൻഡ് ഈ മാലയും ഈ ധാവണിയും എൻ്റെ ടീച്ചർ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. സോ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. താങ്ക് യു ടു ടീച്ചർ. അപ്പോൾ നമുക്കിനി പരിപാടിക്ക് പോകാം. അപ്പോൾ ഞാൻ ഇത് മൈലാഞ്ചി ഇട്ടു. ഞാനല്ല ഇട്ടെ. സോ നമുക്ക് പോവാം. ഞാൻ വള പച്ച വളയല്ല ഇട്ടേക്കുന്നത്, ഒരു റെഡാണ്. പറയാം. സോ ഞാൻ വിചാരിച്ചു എല്ലാം പച്ചയാക്കണ്ട, ഒരു കോൺട്രാസ്റ്റ് ആ ഒരു സംഭവം ചെയ്യാമെന്ന്. പിന്നെ ഒരു അരപ്പട്ടയൊക്കെ കെട്ടിയിട്ടുണ്ട്. സോ നമുക്ക് പോകാം. ഇത് എൻഗേജ്മെൻറ്റിൻ്റെ തലേ ദിവസമാണ് കേട്ടോ. അപ്പോൾ നമ്മളാണെങ്കിൽ സ്റ്റേജ് ഡെക്കറേഷനൊക്കെ കാണാൻ വേണ്ടി വന്നേക്കാണ്. അപ്പോൾ ചേച്ചി ഇങ്ങനെ ഓരോന്ന് നോക്കുകയാണ്. ഇതാണ് കേട്ടോ നമ്മുടെ ആള്, ചേച്ചിയുടെ എൻഗേജ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റേജൊക്കെ ഒന്ന് നോക്കി, ലൈറ്റൊക്കെ ഒന്ന് നോക്കി, ഫോട്ടോസൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടോ, എടുത്ത് നോക്കിയൊക്കെ ചെയ്തു. അതിനുശേഷം നമ്മൾ എന്താ പറയുക, ഒരു അവിടെ ഇരിക്കുന്ന സംഭവമൊക്കെ ഇല്ലേ, അവർ റിങ് ഇടുമ്പോൾ, അപ്പോൾ അതൊക്കെ ചേച്ചി നോക്കുകയാണ് കേട്ടോ, കറക്റ്റായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ. അത് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും വന്നു തുടങ്ങി. ഇതൊക്കെ നമ്മുടെ കസിൻസാണ് കേട്ടോ. അപ്പോൾ അവരൊക്കെ വന്നു തുടങ്ങി. എന്നിട്ട് പണിയെടുക്കുകയാണ് കേട്ടോ. അപ്പം മെയിനായിട്ട് നാളത്തേക്കുള്ള ചെയറൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് ഇടാണ് കേട്ടോ. പിന്നെ നമ്മൾ സ്റ്റേജിൽ തന്നെയായിരുന്നു. നാളെ അഞ്ജന ചേച്ചിയുടെ ബിഗ് ഡേ ആണ്. അഞ്ജന ചേച്ചിയുടെ എൻഗേജ്മെൻ്റ് ആണ്. ഹൗ ആർ യു ഫീലിംഗ്? എന്തിനാ ടെൻഷൻ അടിക്കുന്നത് ഗൈസ്? ചേച്ചി മോതിരൊക്കെ ഇടാൻ പ്രാക്ടീസ് ചെയ്യാണ് ഗൈസ്. മൈലാഞ്ചി കാണിച്ചു കൊടുക്ക്. ഇപ്പം ഇവിടെ നടക്കുന്ന ഡിസ്കഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചേച്ചീൻ്റെയും ചേട്ടൻ്റെയും ഏത് കയ്യിലാണ് മോതിരം ഇടുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തോന്നും അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ തലേദിവസം അവിടെ അവർ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുകയാണ് ഇവര്. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ഞാൻ കണ്ടു. അനന്തോന് എന്താ പറയാനുള്ളത്? നിനക്കെന്താ പറയാനുള്ളത്? പറ. നമ്മൾ ഇനി അടുത്ത കല്യാണത്തിൻ്റെ, ചേട്ടൻ്റെ കല്യാണത്തിന്, നാളെ കല്യാണത്തിൻ്റെ ഡാൻസ് ഡിസ്കഷനാണ്. നാളെ ഡാൻസ് കളിക്കും. നാളെ നമ്മൾ ഡാൻസ് പ്ലാൻ ചെയ്തില്ല, പക്ഷെ കുഴപ്പമില്ല, ചേച്ചിയുടെ കല്യാണത്തിന് കളിക്കാം. ഓക്കെ. പിന്നെ നമ്മൾ ചേച്ചിയുടെ വീട്ടിലോട്ട് വന്നു. എന്നിട്ട് നമ്മൾ ഇതേ വെള്ളമൊക്കെ കുടിക്കുകയാണ്. പിന്നെ നമ്മൾ കുറച്ചിങ്ങനെ സംസാരിച്ച് അങ്ങനെയൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ മൈലാഞ്ചി ഇടാൻ പതുക്കെ പോവാണ് കേട്ടോ. ഇത് ധീരജേൻ്റെ ഫിയാൻസിയാണ് കേട്ടോ. നമ്മളന്ന് എൻഗേജ്മെൻറ്റ് വീഡിയോ ഇട്ടിരുന്നില്ലേ, അപ്പോൾ അതിലുണ്ടായിരുന്നല്ലോ. അപ്പോൾ ചേച്ചീൻ്റെ വീഡിയോ കോൾ ചെയ്തേക്കായിരുന്നു. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് എടുത്തതാണേ. അഞ്ജൻ ചേച്ചി എന്ത് ചെയ്യണേ? ഇവിടെ നോക്കിയിട്ട് പറ. ഗൈസ്, നമ്മളിവിടെ മൈലാഞ്ചി ഇടാണ്. ഹായ് പറയോ വാവ?
കിടക്ക്. ഈ ക്യാമറ മാറ്റിയിട്ട് വേണം ചേച്ചി കിടക്കാൻ. പക്ഷെ ഞാൻ കിടത്തില്ല. ചേച്ചി ഞങ്ങളിപ്പോ ഇവിടെ മൈലാഞ്ചി ഇടാൻ പോവുകയാണ്. അപ്പൊ ഞാൻ കാണിച്ചു തരാം. അത്രയൊന്നും ആയിട്ടില്ല. 678. ആ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കുറവ് ചേച്ചി. എൻഗേജ്മെൻറ്റിന് അന്ന് രാവിലെ നമ്മൾ എത്തിയിട്ടോ വീട്ടിലേക്ക്, ചേച്ചിയുടെ വീട്ടിലേക്ക് എത്തി. അപ്പോൾ ചേച്ചി എത്തിയിട്ടില്ല, ചേച്ചി ബ്യൂട്ടി പാർലറിൽ പോയേക്കാണ് ഡ്രസ്സപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ വന്നു, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഇഡ്ഡലി ആയിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്ക് ചേച്ചി എത്തിയിട്ടോ. അപ്പോൾ ചേച്ചി കഴിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫോട്ടോ സെഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹായ്. പിന്നെ ഇറങ്ങാനുള്ള സമയമായി. അപ്പോൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. നമ്മുടെ തൊട്ടടുത്തുള്ളൊരു ഓഡിറ്റോറിയം ഉണ്ട്, പുഷ്പാഞ്ജലി. അവിടെയാണ് കേട്ടോ ഫങ്ഷൻ. അപ്പോൾ അത് ചേച്ചി കാറിൽ കയറി. അപ്പം നമ്മൾ പോവുകയാണ്. തൊട്ടടുത്താണ്. അപ്പോൾ കുറച്ച് പേര് കാറിലൊക്കെ പോയി, വേറെ കാറിലൊക്കെ ആയിട്ട് പോയി. ഞാനൊക്കെ നടന്നു കേട്ടോ പോയത്, കാരണം അടുത്താണ്. അപ്പം നടന്നു പോകാമെന്ന് വിചാരിച്ചു. പിന്നെ നടന്നു പോകുന്ന വഴി എനിക്ക് ഇച്ചിരി നൊസ്റ്റാൾജിയ അടിച്ചു. ഈ ഞാൻ കാണിക്കുന്നത് എൻ്റെ സ്കൂളാണ് കേട്ടോ. ഞാൻ +1 +2 പഠിച്ച വിശ്വജ്യോതി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എനിക്ക് ഇത്തിരി നൊസ്റ്റാൾജി അടിച്ചു. അപ്പോൾ നമ്മൾ ഇതേ സ്ഥലത്തെത്തി. അപ്പോൾ അവിടെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തേക്കാണ് കേട്ടോ, പറ നിറയ്ക്കാനോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ ചേച്ചീനെ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് അമ്പലത്തിൻ്റെ അവിടേക്ക് കൊണ്ടുപോയി. ഫോട്ടോഗ്രാഫേഴ്സ് വിളിച്ചു. എക്സൈറ്റ്മെൻ്റ് ആണോ ടെൻഷനാണോ കൂടുതൽ? ടെൻഷൻ. അങ്ങനെ ഇതാണ് കേട്ടോ ചേട്ടൻ. അപ്പോൾ ചേട്ടനെ നമ്മൾ കൊണ്ടുവന്നു ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട്. അവർ വിളിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ അമ്പലം കേട്ടോ, വേങ്ങൂർ ശ്രീ ദുർഗാദേവി ക്ഷേത്രം. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ഫോട്ടോഷൂട്ട് എടുക്കുന്നത്. നമ്മളല്ല, ഫോട്ടോഗ്രാഫർ ചേട്ടന്മാർ. അപ്പോൾ അതാണ് കേട്ടോ. ഫംഗ്ഷന് മുമ്പ് തന്നെ കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവരുടെ കപ്പിൾ ഫോട്ടോഷൂട്ടാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതാണ് കേട്ടോ ചേട്ടൻ്റെ ഫാമിലി. അപ്പോൾ ആദ്യം നമ്മൾ ചേട്ടനെ കൊണ്ടുപോയി അവിടെ ഇരുത്തും. എന്നിട്ട് ചേച്ചീനെ കൊണ്ടുപോയി ഇരുത്തും. സ്റ്റേജിലല്ല കേട്ടോ, താഴെ ചെയറിൽ. അത് കഴിഞ്ഞിട്ട് കുറച്ച് പരിപാടി ചടങ്ങുകളുണ്ട് സ്റ്റേജിൽ. അത് കഴിഞ്ഞിട്ടാണ് ഇവരെ വിളിക്കുക. അപ്പോൾ ആദ്യം ചേട്ടൻ്റെ ഫാമിലി പോവുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്റ്റേജിൽ പറ നിറയ്ക്കുന്ന സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതേ ആദ്യം വിളക്ക് കത്തിക്കുകയാണ്. ഇത് ചേച്ചിയുടെ അമ്മയാണ്. അപ്പോൾ ചേച്ചിയുടെ അമ്മയും അച്ഛനും അവിടെ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളിനി ചേച്ചീനെ കൊണ്ടുവരാണ് കേട്ടോ. അപ്പോൾ ഫോട്ടോഗ്രാഫേഴ്സ് നമ്മുടെ അടുത്ത് അവിടെ നിൽക്കാനൊക്കെ പറയാണ്, ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫാമിലി കൊണ്ടുവരാണ് ചേച്ചീനെ. എന്നിട്ട് താഴെ ഇരുത്താനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ.
के 2 कदम चौखट के बाहर क्या गए, तेरी कुड़माई के दिन आ गए। हाय बन्नो परदेसिया के देश के, चौबारे तुझको भा गए, तेरी कुड़माई के दिन आ गए। ले रहा सब लाए तेरी माई बाबुल का घर बार है, हो गेंदा गुलाबों से सजी डोली तेरी तैयार है। झूलों के मौसम वो तेरे हमसे रोके भी रोके ना गए, तेरी कुड़माई के दिन आ गए, नी तेरी कुड़माई के दिन आ गए। मुंडेरों को जब तू कह के जाएगी, रौनक हवेली की संग लेके जाएगी, कोयले सुबह किसको नींद से जगा। അങ്ങനെ നമ്മുടെ ചടങ്ങൊക്കെ കഴിഞ്ഞു. പിന്നെ ഫോട്ടോ സെഷനാണ് കേട്ടോ. അപ്പോൾ ഫാമിലി ഫോട്ടോസും അല്ലാത്ത ഇവിടെ വന്നവരുടെ എല്ലാവരുടെയും ഫോട്ടോസൊക്കെ എടുക്കുന്ന ടൈമാണ്. അപ്പോൾ നമ്മളും കുറേ ഫോട്ടോസൊക്കെ ഇട്ടു. കിട്ടുവാണെങ്കിൽ ഞാൻ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ഇൻസ്റ്റ സ്റ്റോറിയിലൊക്കെ ഇടുന്നതായിരിക്കും. പിന്നെ നമ്മൾ സദ്യ കഴിച്ചു, നല്ല സദ്യയായിരുന്നു. അപ്പോൾ സദ്യയൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ചേട്ടൻ പോവാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ യാത്ര പറഞ്ഞ് പോവുകയാണ്.
അങ്ങനെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി. പിന്നെ നമ്മുടെ ഫാമിലീസ് മാത്രമായി. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് റെസ്റ്റൊക്കെ ചെയ്തിട്ടാണ് വീട്ടിലേക്ക് പോയത് കേട്ടോ. അതിനുശേഷം ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റി ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ഞങ്ങളുടെ ഡാൻസ് പ്രാക്ടീസ് തുടങ്ങി. അതെന്തിനാണെന്നൊക്കെ ഞാൻ വഴിയെ പറയാം. കുറച്ച് ഫോട്ടോസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് വൈൻഡപ്പ് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഇനിയൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.